ജോണി മാക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? ഇത് എൻ്റെ പുറകെ കണ്ട ഇത് ഫുള്ള് പേരയാണ്. ഞങ്ങളിവിടെ ഒരു കമ്പാനിയിൽ വന്നേക്കാണ്, ഇറ്റലിയിലുള്ളൊരു കമ്പാനിയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ പേരൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൻ്റെ ഓണർ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്, ഒന്ന് പറിച്ചോളാൻ പറഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ഒന്ന് പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഇവിടെ ഞങ്ങൾ ഫ്രഷ് സാധനം കാണിച്ചടാ, ഈ സാധനം കാണിച്ച് അടിപൊളി പേരയാണ്, കിട്ടില്ല സാധനം വേണ്ട, ഫ്രഷ് സാധനം. ഞാൻ കഴിച്ചടിച്ചു തരാം. പൊളിയാണോ എടാ? ഇവിടെ കുറച്ച് മരങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തിട്ട് പോവാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പേരൊക്കെ കിടക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രോപ്പർട്ടിയുടെ ഓണർ ഒരു ഇറ്റാലിയൻകാരനാണ്. അയാൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം കുറേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഉണ്ട്, എഡിനും ഉണ്ട്. എഡിനെ സേ ഹായ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ബസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ. ഇപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ക്യൂസോ ആയിരിക്കും, ഒന്നും കടകളോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. എനിവേ സ്കൂസാ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിവേ അതെ ഞങ്ങൾക്കുള്ള ബസ് തന്നെ ഉണ്ട്. സോ ഞങ്ങൾ ബസ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കുറച്ചൊരു ലോങ് ജേണി, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു 1 hour ബസ്സിൽ തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഈ ബസ് എടുക്കാം. അടുത്ത ബസ് എടുത്താൽ മതിയോ? അടുത്ത ബസ് എടുക്കാം അല്ലേ? എല്ലാവരും പോട്ടെ. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ നിൽക്കണമുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ വത്തിക്കാനടുത്തത്. ആ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പോയിട്ട് മാർപ്പാപ്പേനൊക്കെ ഒന്ന് കാണണം. നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടോ? ഇനി കുറച്ചുകൂടെ എത്താനുണ്ട്. അതിനിടയിൽ അമലിപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കാണാൻ പോണ ഫ്രണ്ടില്ലേ, അവനിപ്പോൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ. പോണ ഫ്രണ്ടി കൂടിയാണ്, ഞാൻ എനിക്ക് കാണിച്ചു തരാവേ. നൈസ് സ്പോട്ടാണ് കണ്ടോ? അതാണ് ഫുള്ള്. ഇത് പക്ക റോഡിൻ്റെ ഔട്ട്സ്കേർട്സ് ആണ്. അത് കാരണം മൊത്തം മലകളും അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എഡിനെ വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം പപ്പിക്കുട്ടി. ഒരു കണ്ടെയ്നർ വിളിച്ചോണ്ട് വരാല്ലേ? വീട്ടിൽ കൂടി പോയ വെള്ളം കുടിച്ചിട്ട് സുഹൃത്തുക്കളെ പ്ലാൻ മാറ്റി. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ഈ 4 ഞങ്ങളെ വിളിച്ചിറക്കി. വീട്ടിൽ പിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് വന്നു. എടാ ഇതൊക്കെ ചാടി പോകാൻ വേണ്ടിട്ടാണോ പോകണ്ടേ? ആണോ? എന്തൊക്കെയാണേ അടുത്ത അടിനെ തള്ളമാരാ? എടാ ഇത് പക്ക ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോടാ, കമ്പനികളും ഫാക്ടറീസ് അല്ലേ ഫുള്ള് ഈ ഭാഗത്ത്? അല്ലടാ ഇതേ ആ ഏരിയ ഫുള്ള് ഫാക്ടറികളൊക്കെ ആണല്ലോ. അവിടെ ഒരു വൈറ്റ് ഏത് ഡിപ്പോ? ആ സി നമ്മുടെ അറ്റാക്കിന്റെ ബസ്സുകളെല്ലാം വന്ന് നിർത്തി വരണം. ആ മനസ്സിലായി. നമ്മുടെ ഇവിടുത്തെ റോമിലെ ട്രാൻസ്പോർട്ടേഷൻ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഇതുപോലത്തെ ബസ്സുകളില്ലേ, അറ്റാക്ക് എന്ന് പറയണ ഈ ബസ്സുകളുടെ മറ്റെന്താ പറയണേ, നമ്മുടെ KSRTC ഹബ്ബൊക്കെ പോലെ തന്നെ അവരുടെ ബസ്സുകളെല്ലാം കൊണ്ട് ഇടുന്ന ഒരു ഹബ്ബാണ് കേട്ടോ ഇത്. മെയിൻ ഹബ്ബ് ഇതാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഞങ്ങൾ അമലിൻ്റെ വീട്ടിൽ പോയി എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോവാം. എന്റെ പൊന്നടാ, നീ എങ്ങനെയാ പട്ടിക്കാട്ടിലായിട്ട് രാത്രി വന്ന് ചാടണേ? അവിടെ വരാം. അല്ലടാ, ഇവൻ രാത്രി വരെ നമ്മളോട് കൊറോണയിലേ വന്നിരുന്നിട്ട് ഇവൻ എങ്ങനെയല്ലേ ഇവിടെ എത്ര? അയ്യോ, ഇതൊരു ഉണങ്ങേളം പോലെ തന്നെ ആട്ടാ. ഇതാണോ? ഇതാണ്ടാ നിന്റെ വീട്? എന്നെ സെറ്റപ്പാടാ ഇത്. എന്നെ എന്റെ പൊന്നടാവേ.
ആ ഓ ചവിട്ടിക്കാ, ഞാൻ 30 യൂറോ കൊടുത്ത് മേടിച്ചതാ. നമ്മളെ അമലിന്റെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കട്ടെ ഗൈസ്. ഉറക്കാണോ? ഡാഡി പോയേക്കണോ? നിന്റെ ചേട്ടനുണ്ടോ അവിടെ? ചേട്ടനുണ്ടോ? കളഞ്ഞു. അയ്യോ ആണ്ടെ, ഇവന്റെ അമ്മയോട് നിന്റെ അമ്മ ഉണ്ടായിരുന്നോ? ഹായ്, ഇരിക്കും. ഞങ്ങള് അമലിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അമലിൻ്റെ അമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ഒരു വീട്ട് ടൈമിലിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരട്ടെ. നോക്കി, നമ്മുടെ പൊമഗ്രാനൈറ്റാണേ, ഫുള്ള് നല്ല ഇത്. പക്ഷേ ഇത് സാധനം കൊണ്ട് പഴുത്തിട്ടില്ല. എടാ ഈ സാധനം എപ്പോഴത്തേക്കും പറിക്കാൻ പറ്റുമേ? ഇത് എപ്പോഴത്തേക്കും പറിക്കാൻ പറ്റും? ഇത് മൂത്തിട്ടില്ലല്ലോ ഇത്. ആ സി അത് തന്നെ വേണ്ടാ മാതളാരിഞ്ഞ അത് തന്നെ. സെപ്റ്റംബർ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ചൂട് വയ്യ കുറഞ്ഞ. ഇതല്ലേ, ഇതെന്ത് സാധനമാ? ആ ഇതെന്ത് കായ ഇത്? ആ അത് അത് ഫുള്ള് ഒലിവ് ഇത്. പക്ഷെ ഇതെന്ത് സാധനം ഇത്? ഇതാട്ടോ നമ്മുടെ ഒലിവിൻ്റെ മരമാണ് ഇത്. കംപ്ലീറ്റ് ഒലിവ് നിൽക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ലേ? ഇഷ്ടം സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഫുള്ള് ഒലിവാണ്. ഇവിടെ ഈ ഇറ്റാലിയൻകാർ ഇവരുടെ വീടുകളുടെ പുറത്ത് ഈ ഭാഗത്ത് എല്ലായിടത്തും ഇതുപോലെ ഒലിവും കസാരങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ സംഭവങ്ങളിലമ്മേ? കുറച്ചടാ എന്താ തിന്നണ്ട, നമുക്ക് എന്താ സാധനം നോക്കാൻ നോക്കി. എന്താ സാധനം അത്? എന്ത് സാധനം അത്? മണത്ത് നോക്കട്ടെ. ഒരു മണം മണത്ത് നോക്കടാ. എന്ത് സാധനം അറിയാൻ പാടില്ല. തിന്നണ്ട, കളഞ്ഞോ എന്തേ വാ. ഞങ്ങൾ ബസ് ഇറങ്ങി ഇതേ നടന്നുകൊണ്ടിരിക്കുക താഴ്ത്തിയിട്ട്. എടാ മല ഇവിടെ നിന്ന് എന്തോരം പോണ്ട? ആണോ? ആ ഓക്കെ. വന്ന വഴിക്ക് ബസ്സിലിരുന്ന് അമലിൻ്റെ ഡാഡീനെ കണ്ട. അമലിൻ്റെ ഡാഡി അവിടെ നിൽക്കുന്നുണ്ട്. അതായിരുന്നു ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി. എന്തായാലേ ചുമ്മാ നമ്മുടെ നാട്ടിക്കടെ ബസ്സിൽ കൂടെ ഇടന്നിട്ട് അവിടെ ഇവിടെ നമ്മൾ പരിചയമുള്ള ആൾക്കാരെ കണ്ടിട്ട് വണ്ടിയിൽ നിന്ന് ചാടി പോലെ റോമിൽ വന്നിട്ട് ചാടി ഇറക്കണത്. നമ്മൾ ഇപ്പം അമലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ബസ് എടുത്തിട്ട് വേറെ സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ട് ഈ കാരണം ഇത് മറ്റേ ഹൈവേ ഉണ്ടോ, മെയിൻ റോഡാണ്. അപ്പം ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പറിക്കാനുള്ള പേരക്ക മരത്തിൻ്റെ ആ തോട്ടത്തിൻ്റെ അവിടെ ഒന്ന് കയറി. ഇത് ശരിക്കും വേണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പ്രോപ്പർട്ടി ഇത് ഈ പറഞ്ഞ നമ്മുടെ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിക്കകത്ത് നിൽക്കുന്ന 1 2 3 4 5 ഒരു 5 8 10 മരങ്ങൾ കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിക്കിടന്നത് ഇത് ഈ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം മൊത്തം പോകും. അത് കാരണമാണ് മൂപ്പര് നമ്മൾ വിളിച്ചിട്ട് ഇത് പറിച്ചെടുത്തോ എന്നും പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞത്. അതാണ് നമ്മൾ പറിക്കാനും വന്നേക്കണേ. അപ്പോൾ ഞങ്ങൾ ഹെഡിനൊക്കെ അവിടെ പറ തുടങ്ങി, വയ്യ പറിച്ചു തുടങ്ങുകയാണ്. എന്നിട്ട് പറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. കാണിച്ചടാ ഈ സാധനം കാണിച്ച്. അടിപൊളി പേരയാണ്, കിഡിലെ സാധനം വേണ്ട, ഫ്രഷ് സാധനം. ഞാൻ കഴിച്ചടിച്ചു തരാം. പൊളി സാധനം, നല്ല മധുരമല്ലേ? പൊളി സാധനമാണ് എടാ. അവിടെ കുറച്ച് മരങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പിന്നെ അപ്പുറത്തേക്ക് മാറിയാണുള്ളത്. ഇവിടെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചൂട് തുടങ്ങിയപ്പോൾ നമ്മൾ പോയാന്ന് തോന്നുന്നു. അവിടെ നിലത്തൊക്കെ കുറേ ചാടി കിടക്കണ്ടേ, എന്തൂരം നോക്കി. അപ്പോൾ അത് ഈ ഒരു മാസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം തീരും. അതുകൊണ്ടാണ് മൂപ്പര് നമ്മൾ വിളിച്ചിട്ട് ഇത് വന്ന് പറിക്കുമെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞേക്കണേ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സാധനം കുറേ പറയട്ടെ. ഞങ്ങൾ കരയിലെ സാധനമൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. കവറൊക്കെ എടുത്തിട്ടുണ്ട് അത് പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ചെറുതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. വേണ്ട ഇത് സാധനം
ഇത് പേരയ്ക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ആ ഒരു ടൈപ്പല്ല, പക്ഷെ കുറച്ചുകൂടെ ഓവലായിട്ടുള്ള ഷേപ്പ്. അതുപോലെ ഇതിൻ്റെ അകത്ത് കുരു ഉണ്ടല്ലോ, അവരെ കുരു ഉണ്ടല്ലേ. പക്ഷെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിൽ കുരുവില്ലല്ലോ, അതിൻ്റെ അകത്ത് കുരുവില്ല. ഇത് പക്ഷെ നല്ല നാടൻ, ഇവിടുത്തെ ഇറ്റലിയിലത്തെ നാടനാന്ന് തോന്നുന്നു. എന്തുരാന്ന് നോക്കിയാൽ പുള്ളി മരം നിറച്ച സാധനമാണേ. അങ്ങനെ ഞങ്ങൾ വയ്യ പറിച്ച് ഓരോന്ന് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫുള്ള് പറിക്കണം. ഓക്കെ, പറിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അച്ചാറിടാം. പേരയ്ക്ക് അച്ചാറിടാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അച്ചാറ് തൊലിയോട് കൂടി ഇടണം, തൊലിയോട് അടിപൊളി അച്ചാറുണ്ടാക്കാം. ഇടിനെ അറ്റാക്ക് ചെയ്യാം. ഇതൊന്ന് ഇത് കേട്ടാ പുറത്തോട്ടിറങ്ങി ഒരു മിനിറ്റ്. ഇപ്പം നമ്മൾ പറിച്ച് എന്തോരാന്നറിയാം, ഈ ഒരു കവറ് നിറച്ച് കുറച്ച്, പിന്നെ നിന്റെ കവർ അടിച്ചടാ ഇതൊരു കവറ്, ഈ ഒരു കവറിൽ നിറച്ച് ഫുള്ള് സാധനമാണ്. ആ കവർ അടിച്ചടാ അതുപോലെ വേണ്ടാ, ഫുള്ള് ഫ്രഷ് പറിച്ചാണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി. നമ്മൾ ഇരിക്കണ ഫുള്ള് പേരയ്ക്ക പറിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ദേ ഇവിടെ വേറെ സംഭവം കണ്ട, ഫുള്ള് മുന്തിരികൾ, കംപ്ലീറ്റ് മുന്തിരികൾ. അവിടെ ഇതിൽ എങ്ങനെയുണ്ട്, നീ കഴിച്ചു നോക്കിയായിരുന്നാ? ആ നല്ല വെള്ളത്തെ നല്ല പൊട്ടുമുന്തിരി വിഴുങ്ങാൻ പറ്റാതെ കണ്ടോ, കംപ്ലീറ്റ് ഇവിടെ ഈ സാധനമാണേ. എടാ എന്നാൽ ഈ കവറിൻ്റെ അകത്തുള്ള പേരയും എടുക്കുക, ആ കവറിലായിട്ട് നമുക്ക് ഇത് പറിച്ചിടാം. മുന്തിരി നല്ല കലക്കൻ സാധനമാണ് ഗൈസ്. നല്ല കിടിലം മുന്തിരി പറിക്കുകയാണ് സുഹൃത്തുക്കളെ, നല്ല സൂപ്പർ മുന്തിരി കൊലകൾ. എടാ ഈ സാധനം എന്താ ചമ്മന്തി അരക്കാന്നല്ലേ നിന്റെ അമ്മ പറഞ്ഞേ? ഈ സാധനം കൊണ്ടല്ലേ അച്ചാറൊക്കെ ഇടാന്ന് പറഞ്ഞ? ഇത് കൊണ്ടിടാം. അടിപൊളി മുന്തിരിയാണ് കേട്ടോ. അന്ന് വെച്ചാൽ നല്ല പുളിയൊന്നുമില്ല, നല്ല അടിപൊളി സാധനമാണല്ലേ, നല്ല ടേസ്റ്റ്. അത് ഫുള്ളും പോകുന്നില്ല, അത് പൊടിച്ചൊടിച്ചിട്ട് ഇനി അതേ വഴിയുള്ളൂ. കൈ എടുത്താൽ കിട്ടും, അല്ലാതെ കഴിയണം. മറ്റേത് പൊടിയും ചെറിയ വെളിച്ചം വന്നല്ലോ, നമ്മൾ മഴ പെയ്യുന്നല്ലേ വിചാരിച്ചേ, ഇരുട്ടായിട്ട് ഇത് പേരമരത്തിന്റെ അകത്ത് അല്ലേ, തോട്ടത്തിൽ വരുന്നു, മുന്തിരി പറിക്കുന്നു, പേര പറിക്കുന്നു. മുന്തിരി വാങ്ങിട്ടോ, നമുക്ക് വീണോ ഇട്ടാലോ? വിനോ ബാങ്കോ ഇടാം, ബാങ്കോ എങ്ങനെ ഉണ്ടാക്കാറത്? അതല്ലാടാ, ഇത് ബാർലി പോലെ ആക്കി വെക്കണടാ. എനിക്ക് പറഞ്ഞോട്ടോ, കുറച്ച് പണിയുണ്ട് കേട്ടോ, മണമൊക്കെ വരും കേട്ടോ ചിലപ്പോ. വീട്ടിൽ പറഞ്ഞിട്ട് ഇത്രയും നമ്മൾ പറിച്ചിട്ടാ, നമ്മൾ ഇത്ര സമയം കൊണ്ട് കുറച്ച് ഇത്രയും പറിച്ച് കാണിച്ചു തരാം. കണ്ടാ, ഇത് മറ്റേ ഇതിനെ പൊട്ടുമുന്തിരി എന്ന് പറയണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇറക്കാൻ പറ്റുന്ന ടൈപ്പല്ല, ജസ്റ്റ് അതിലിട്ടിട്ട് നമുക്ക് ഉണങ്ങിട്ട് കളയാൻ പറ്റും. ഈ ഒരു കവർ ഇറച്ചിട്ട് ഇതിനെ നിനക്കെന്ത് കിട്ടിയടാ? ഇനിയും പറിക്കണം, എൻ്റെ സ്ഥലമുണ്ടല്ലോ. കിട്ടി ലാസ്റ്റ് എന്ത് നല്ല ക്വാണ്ടിറ്റി കിട്ടിയില്ലേ നമുക്ക്. ഇനിയുണ്ട് ഇഷ്ടം പോലെ സാധനം കിടക്കണേ. എനിവേ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കണേ ഗൈസ്, കുറേ പറിച്ച് ഇനിയുണ്ട്. എഡിനോട് ഒരൊറ്റ മുന്തിരി പോലും വെറുതെ വിടാൻ ഉദ്ദേശമില്ല, മരത്തിന്റെ മേളിൽ കയറി പറിച്ചോണ്ടിരിക്കണേ സുഹൃത്തുക്കളെ. അവൻ്റെ ഇടയിൽ നിന്ന് വീഴലിട്ടോ എഡിനെ, ആവശ്യത്തിനുള്ള പറിച്ചില്ലേ. വൈനിടാനാണോ? എഡും വൈനിടാനുള്ള പ്ലാനാണേ. ഞങ്ങള് കുറേ പറിച്ച് മടുത്ത് ഞങ്ങളൊരു 6-7 കവറ് പേരയും പറിച്ച് ഒരു 4 കവറ് മുന്തിരിയും പറിച്ച് മടുത്ത് കൈസ് ഒരു പരിപാടിക്കുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്തിരി കൊണ്ട് ചിലപ്പോൾ വൈനിടാം. എഡിനെ നീ വൈനിടാനുള്ള പരിപാടിയല്ലേ? എഡിൻ വൈനുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ പേരക്ക കൊണ്ട് കുറച്ച് അച്ചാറുണ്ടാക്കാനുള്ള കുറച്ച് പ്ലാനുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് അച്ചാറിൻ്റെ, പേരക്ക അച്ചാറിൻ്റെ ഏട്ടാ. ഓക്കെ, കാണാം.